നെയ്ച്ചോറിനും ചോറിനും ഒരുപോലെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന നല്ല ഒന്നാം തരം ഒഴിച്ചു കൂട്ടാനായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. അതും ഗ്യാസ് ഓൺ ചെയ്യാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പച്ചമാങ്ങ പാൽക്കറി ഉണ്ടാക്കിയെടുക്കാം. എന്നാ വായോ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ല കട്ടി തേങ്ങാപ്പാൽ 1 കപ്പ്, പച്ചമുളക് 2, പഴുത്ത മുളക് 2, കറിവേപ്പില ആവശ്യത്തിന്, കൊച്ചുള്ളി ഒരു 12 എണ്ണം, പച്ചമാങ്ങ 1 എണ്ണം, ഇഞ്ചി 2 ഇഞ്ച്. ഇനി നമ്മുടെ പച്ചമാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് കുനുകുനാ അരിഞ്ഞെടുക്കണം. എത്രയും ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. ഇത്രയും ചെറുതായിട്ട് അരിയാൻ ഞാൻ അത്ര മിടുക്കിയല്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മയാണ് എനിക്കിത് അരിഞ്ഞു തരുന്നത്. എത്രത്തോളം ചെറുതായിട്ട് അരിഞ്ഞോ അത്രത്തോളം കറിക്ക് ടേസ്റ്റും കൂടും. അങ്ങനെ ഒരു മാങ്ങ മുഴുവൻ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങയിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് നല്ലപോലെ തിരുമി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ മാങ്ങയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി കൊച്ചുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനോട് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ കറിക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റവും മാക്സിമം ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ. ഇനി പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. കൂട്ടത്തിൽ ആവശ്യത്തിന് കറിവേപ്പിലയും. ഇനി എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ഈ കറി വിളമ്പുന്ന ഒരു പാത്രം എടുത്ത് വെച്ച് അതിലോട്ട് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് ഇടണം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കണം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. വെള്ളമൊന്നും ചേർക്കാതെ വേണം തേങ്ങാപ്പാൽ എടുക്കാനേ. തേങ്ങാപ്പാൽ ഒട്ടും പിശുക്ക് കാണിക്കരുത്. തേങ്ങാപ്പാലാണ് ഇതിൻ്റെ മെയിൻ. ഇനി എല്ലാം കൂടെ ചേരുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ കറി വിളമ്പുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നെങ്കിലും നമ്മൾ ഉണ്ടാക്കി മാറ്റി വെച്ചേക്കണേ. എന്നാലേ ഇതിൻ്റെ ആ പച്ചമാങ്ങയുടെ ആ സത്തും ആ മുളകിൻ്റെ എരിവും തേങ്ങാപ്പാലിൻ്റെ രുചിയും എല്ലാം കൂടെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടോ. ഇനി വേണമെങ്കിൽ കുറച്ച് കടുകും കുറച്ച് കറിവേപ്പിലയും കൂടെ താളിച്ചൊഴിക്കാം. ഇത് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മുടെ കറി സെറ്റ് തന്നെയാണ്. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി താളിച്ചും കൂടെ ഒഴിക്കുന്നുണ്ടെങ്കിൽ ആ താളിച്ചത് കുറച്ച് ആറിയിട്ടേ നമ്മുടെ കറിയിലോട്ട് ഒഴിക്കാവേ. അല്ലെങ്കിൽ ചിലപ്പോൾ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും. ഇതിൻ്റെ അടപ്പ് തുറക്കുമ്പോൾ ഒരു മണം വരും. എൻ്റെ അമ്മോ, വായി വെള്ളം വരുവേ. ഇപ്പം തേങ്ങാപ്പാലും മാങ്ങയെല്ലാം നല്ല കുറുകി സെറ്റായിട്ടുണ്ടേ. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി അടുത്ത പ്രാവശ്യം ഗസ്റ്റ് വരുമ്പം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുവാണെങ്കിൽ ഇതൊന്ന് കൊടുത്തു നോക്കൂ കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെടും. ആ പച്ചമാങ്ങയുടെ പുളിയും ആ മുളകിൻ്റെ എരിവും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും. അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ പാൽക്കറി റെഡിയായി. അപ്പോൾ എൻ്റെ കുഞ്ഞു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. കൂട്ടത്തിൽ കമൻറ്റിലൂടെ എൻ്റെ അടുത്ത് ആ ഇഷ്ടം അറിയിക്കുകയും കൂടെ ചെയ്യണേ. കൂട്ടത്തിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പികളുമായി വീണ്ടും കാണാം. ബൈ.